നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഞാനടക്കമുള്ള ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദനാരെ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല. സച്ചിദാനന്ദനെതിരെ തുറന്നടിച്ച് ശ്രീകുമാരൻ തമ്പി നിർബന്ധിച്ച് എഴുതിച്ച കേരള ഗാനം നിരാകരിച്ചു. ഗാനം ഒഴിവാക്കിയിട്ടില്ലെന്ന് സച്ചിദാനന്ദൻ. അക്കാദമിയുടെ നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. സാദിഖ് അലി തങ്ങളുടെ അയോധ്യ ക്ഷേത്ര പരാമർശം വിവാദത്തിൽ. വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. ലക്ഷ്യം BJPയെ തോൽപ്പിക്കുകയെന്ന് സമദാനി. ശബരിമല പഴയ ബുദ്ധവിഹാരമെന്ന് കാന്തപുരത്തിന്റെ മകൻ. കോൺഗ്രസ് മഹാജനസഭ അല്പസമയത്തിനകം. ഉദ്ഘാടകൻ മല്ലികാർജുൻ ഖാർഗെ. ലീഗുമായി സീറ്റ് ചർച്ചയിൽ പ്രശ്നങ്ങളില്ലെന്ന് കെ സുധാകരൻ. കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജിനായി പിടിമുറുക്കി PJ ജോസഫ്. മുഖ്യമന്ത്രിക്കെതിരെ KK രമ. TP വധത്തിൽ പ്രധാന ആൾ പിണറായി വിജയൻ. പിണറായി അറിയാതെ ആ കൊലപാതകം നടക്കില്ല. MLAയുടെ പ്രതികരണം ന്യൂസ് 18 Q18. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴികൾ എന്തെല്ലാം? സംസ്ഥാന ബജറ്റ് നാളെ. സമഗ്ര കവറേജ് ന്യൂസ് 18. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ അവസരം നൽകി അപമാനിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പി. അന്തർദേശീയ കവിയെന്ന് ആക്ഷേപിച്ചതിന് സച്ചിദാനന്ദന് തന്നോട് പകയാണ്. നിർബന്ധിച്ച് എഴുതിച്ച കേരള ഗാനം പിന്നീട് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടു. പദവികൾ നേടിയെടുക്കാൻ സച്ചിദാനന്ദൻ മിടുക്കനാണെന്നും ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചു. സച്ചിദാനന്ദൻ ഇരിക്കുന്നിടത്തോളം കാലം അക്കാദമി അവാർഡ് വാങ്ങില്ലെന്നും അയിത്തമാണെന്നും ശ്രീകുമാരൻ തമ്പി ന്യൂസ് 18നോട് പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു പ്രതികരണം ആണ്. അല്ലെങ്കിൽ താങ്കൾ എഴുതിയ കവിത അത് ക്ലീശയാണ്, അതുകൊണ്ട് അത് കേരള ഗാനമായി അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് രാവിലെ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണമാണോ അതോ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമാണോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയമൊന്നുമില്ല. ഇത് വ്യക്തിപരമാണ്. സച്ചിദാനന്ദൻ എന്നോട് പകയുണ്ട്, അയാൾ ആ പക വീട്ടി അത്രയേ ഉള്ളൂ. ഈ പകയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് കാരണമുണ്ട്? കാരണം ഒരു പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദനാരെ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ. അപ്പോൾ ശ്രീകുമാരൻ തമ്പി ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലാക്കുക. ശ്രീകുമാരൻ ബോയ്ക്കോട്ട് എന്ന് പറയാൻ സച്ചിദാനന്ദ അവകാശം. അല്ല, ഈ സച്ചിദാനന്ദൻ ക്ലീശ എന്ന് വിശേഷിപ്പിച്ച താങ്കൾ കേരള ഗാനമായി രചിച്ച ആ കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലാം. അല്ല, അതിപ്പോ നിങ്ങളത് തീരുമാനിക്കണം. ഞാൻ ആ പാട്ട് വരികൾ കേൾപ്പിക്കാം. അപ്പൊ വരികൾ എവിടെയാണ് ക്ലീശ എന്ന്? ഇപ്പം കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ട്, നീള എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇളനീരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ക്ലീശയാണെന്നായിരിക്കും പിന്നെ സച്ചിദാനന്ദന്റെ വിചാരം. അതൊന്നും ഇനി ഒരുപാട് പ്രയോഗിച്ചാൽ ഇനിയൊന്നും പ്രയോഗിക്കരുതെന്നുള്ളതായിരിക്കും അത്. പക്ഷെ എനിക്ക് മലയാളി എന്ന നിലയിൽ എനിക്കതൊന്നും പ്രയോഗിക്കാതെ കഥ എഴുതാൻ പറ്റില്ല. സഖിയ പർവ്വതം എന്ന് പറയാൻ പാടില്ല, അത് ക്ലിഷയാണ്. മലയാളം എന്നേ പറയാൻ പാടില്ല, അത് ക്ലിഷയല്ലേ? എത്ര കാലമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് അത് കേൾക്കണമെന്നൊരു വലിയ ആഗ്രഹം കാണും. ഞാൻ വായിക്കാം. ഞാൻ ഒരു കമ്പോസ് ചെയ്തൊരു പാട്ടായിട്ട് ഇറക്കും. ഞാൻ അങ്ങനെ തീരുമാനിക്കാം. ഇനിയിപ്പോ ഗവൺമെന്റിനോ അക്കാദമിക്കൊന്നും പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പാട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എന്റെ വകയായിട്ട്, എന്റെ സമ്മാനമായിട്ട് ലോക മലയാളികൾക്ക്, ലോകത്തുള്ള എല്ലാവർക്കും മലയാളികൾക്ക് ഞാൻ സമ്മാനിക്കും. അത് പകർപ്പവകാശം അവർക്കാണ്, എനിക്ക് പകർപ്പവകാശമില്ല. ആർക്കും ഉപയോഗിക്കാം പാട്ട്. അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്. സ്കൂളുകളിൽ ഉപയോഗിക്കാം, പിന്നെ സമ്മേളനങ്ങളിൽ ഉപയോഗിക്കാം, ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനൊരു പാർട്ടിയില്ല. എന്തെങ്കിലും അല്പം ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ഭാവമാണ്. കാരണം മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. മതേതരത്വം പറയുന്നത് കൃഷിയാണോ സച്ചിദാനന്ദന്റെ അഭിപ്രായത്തിൽ? അപ്പോ ഇതാണ് എന്റെ വരികൾ. ഹരിത ഭംഗി കവിത ചൊല്ലും എന്റെ കേരളം, ഹരിത ഭംഗി കവിത ചൊല്ലും എന്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇതാണ് പല്ലവി. ഇതെന്താ കൃഷി? ഇനി മലകൾ, പുഴകൾ, കായലുകൾ, കടലോരങ്ങൾ,
കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകൾ ഇതൻ താളം കേട്ടു നിളയൊരുകുന്നു, വഞ്ചിപ്പാട്ടിൽ പാടിപ്പാടി പമ്പ പായുന്നു. കേരളം കേരളം കേരളം. സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്നു ചൊല്ലി നമ്മൾ, പുതുയുഗത്തിൻ പുലരികൾക്കായി കാത്തിരുന്നോർ നമ്മൾ, ഐകമത്യധാരയായി മുന്നേറിടുന്നു നമ്മൾ. സ്വീകരിക്കാൻ കഴിവില്ല പറ്റാത്ത ഏത് പദമാണ് ഇതിനകത്ത്? ഐകമത്യം എന്നുള്ളതാണോ, മതേതരത്വം എന്നുള്ളതാണോ, അതോ സഹ്യപർവ്വതം എന്നുള്ളതാണ്? എന്താണ് ക്ലീശ? അപ്പോൾ അവർ ഈ ക്ലീശ എന്ന് പറഞ്ഞ് തള്ളിയ ഈ കവിത താങ്കൾ അത് എങ്ങനെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കും, മലയാളികളിലേക്ക് എത്തിക്കും? ഞാനിത് റെക്കോർഡ് ചെയ്യും. നമ്മൾ നല്ലൊരു പാട്ടുകാരനെ കൊണ്ട് പാടിക്കും. പാടിച്ച് ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഒരു പുനർവിചിന്തനത്തിന് അവർ തയ്യാറായാൽ താങ്കളുടെ ഒരു... ഇല്ല, എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഉറച്ച നിലപാടാണ്. ഇനി ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല, ഉറപ്പായിട്ടും. ഹിന്ദുത്വത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രിക്കുമ്പോൾ സാഹിത്യ അക്കാദമി കയറി പറ്റിയ ആളാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പറ്റി. അപ്പൊ അതിന് വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോബൽ സമ്മാനത്തിന് രവീന്ദ്രനാഥ് ടാഗോർ കഴിഞ്ഞാൽ അടുത്ത് ഒരാൾ സച്ചിദാനന്ദൻ വരെ ഇദ്ദേഹത്തിന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നടന്നു, ചിരിക്കാൻ എന്ത് ചെയ്യും, നമുക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ര സമർത്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിസമർത്ഥനാണ് സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയോട് താങ്കൾ പൂർണ്ണമായ അയിത്തം പ്രഖ്യാപിക്കുകയാണ്? സച്ചിദാനന്ദൻ പ്രസിഡന്റായിരിക്കുന്ന കാലം ഞാൻ അയിത്തം പ്രഖ്യാപിക്കുകയാണ്, യാതൊരു സംശയമില്ല. ഇനി ആ അക്കാദമിയോട് എനിക്കൊരു ബന്ധവുമില്ല. സച്ചിദാനന്ദൻ അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ പുരസ്കാരവും മേടിക്കുകയില്ല. കേരളഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദനും. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ 3 പേരുടെ ഗാനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണൻ എഴുതിയ വരികളാണ്. സംഗീതം നൽകിയ ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് തെരഞ്ഞെടുക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കമ്മിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അതിലിപ്പോൾ എം ലീലാവതിയുണ്ട്, ഏഴാശ്ശേരി രാമേന്ദ്രൻ്റെ, MR രാഘവാരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഗവൺമെൻറ് തന്നെ നിയമിച്ചൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ അതിലൊരു ഏജൻസി മാത്രമാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഫൈനൽ തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതല്ല വേറൊരെണ്ണം എടുത്തതെന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നും നമ്മൾ പകരം കൃത്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിയുന്നത് വരെ നമുക്ക് ഒരു ഫൈനൽ തീരുമാനം ഇല്ലാതെ നമുക്ക് അദ്ദേഹത്തെ അറിയിക്കാനും പറ്റില്ല. എടുത്തുവെന്നോ അല്ലെങ്കിൽ നിരാകരിച്ചെന്നോ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗാനം എഴുതിയതിനും അയച്ചതിനും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. കൾച്ചർ സെക്രട്ടറി പറഞ്ഞു നമുക്ക് അവിടെ വന്ന ഗാനങ്ങളൊന്നും അത്ര ഗുണമില്ല, നമുക്ക് തമ്പി സാറിനോട് പറയാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ എഴുതി. ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ടുണ്ട്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ പാട്ടാണ്. പക്ഷെ അതും തിരഞ്ഞെടുത്തിട്ടില്ല. ഹരിനാരായണനോടും നമ്മൾ പറഞ്ഞിട്ടില്ല അത് തിരഞ്ഞെടുത്തു എന്നൊന്നും നമ്മൾ ഒരിക്കലും അറിയിച്ചില്ല. ഹരിനാരായണൻ ചോദിച്ചാലും അദ്ദേഹം പറയും. അദ്ദേഹമായിട്ടും അദ്ദേഹത്തിനും ഇതുപോലെ ഒരു നന്ദി പറഞ്ഞു എന്നല്ലാതെ നമ്മൾ അത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇനി ഈ മ്യൂസിക് കൊടുത്ത ശേഷം മാത്രം ഈ ഏതാണോ അംഗീകരിക്കുന്നത്, ഇപ്പോൾ കമ്മിറ്റി ഒന്നിച്ച് അംഗീകരിക്കുന്നത് അത് അംഗീകരിക്കുകയും അത് അംഗീകരിച്ച ശേഷം അയച്ച മറ്റെല്ലാവരെയും നമുക്ക് അറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തമ്പി സാറിനോട് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിന് പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കും. ആ ഫൈനൽ ഡിസിഷനിൽ അവസരം എത്തിയിട്ടില്ല. ഇനിയൊരു മ്യൂസിക് കൊടുത്ത് ഒരു കമ്മിറ്റി കൂടി കഴിഞ്ഞ ശേഷമേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തനിക്ക് വ്യക്തിപരമായ നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന വിഷയമല്ല ഇത്. സർക്കാരും സമൂഹവും കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം. വിവേചനം തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. മിമിക്രിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് 10,000-ഉം ലക്ഷങ്ങളുമാണ് സമൂഹം പ്രതിഫലമായി നൽകുന്നതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൂണ്ടിക്കാട്ടി. സാഹിത്യോത്സവത്തെയും സച്ചിദാനന്ദൻ അടക്കമുള്ള അക്കാദമി ഭാരവാഹികളുടെ കഠിന പ്രയത്നത്തെയും ആദരിക്കുന്നതായും ചുള്ളിക്കാട് വ്യക്തമാക്കി. പ്രതിഫല വിവാദം ദുർവ്യാഖ്യാനം ചെയ്തതായും ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയിച്ചു എന്ന് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ബാലനുമായിട്ട് അതിന് ശേഷം അതിന് പിന്നീട് സംസാരം നടന്നു. അപ്പോൾ ബാലൻ സോറി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് പൊതുവെ എഴുത്തുകാർക്ക് കൂടുതൽ പരിഗണന കിട്ടണമെന്ന് ആണ് ഉദ്ദേശിച്ചിരുന്നുള്ളൂ,
അല്ലാതെ അക്കാദമിക്കെതിരായിട്ടോ മാഷ്ക്കെതിരായിട്ടോ ബാലനെ എന്നെ സംബന്ധിച്ച് സഹോദരനെ പോലെയാണ്. എൻ്റെ കുടുംബക്കാർക്കൊക്കെ എല്ലാം അറിയാവുന്നതാണ്. അവിടെ വളർന്ന ഒരാളെന്ന് തന്നെ പറയാം എൻ്റെ ഇരിഞ്ഞാലക്കുടയൊക്കെയുള്ള വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒട്ടും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാലൻ്റെ വാട്സാപ്പിലുള്ള മറുപടി വരികയും ചെയ്തു. അതുമാത്രമല്ല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല വേറെ ചിലർക്ക് ഇതുപോലെ വളരെ യാന്ത്രികമായിട്ട്, അതായത് ഈ കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു ഗവൺമെൻറ് കണക്കുണ്ട്, അതനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ബാലൻ്റെ കേസിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം ബാലന് 1 മണിക്കൂർ സംസാരിക്കുന്നത് 2 മണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ് തീരെ വയ്യാതാവുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു രോഗാവസ്ഥയാണ് വന്നത് പോലും. അപ്പോൾ അത് പരിഗണിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ടുള്ള പണം. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിൽ. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന മസ്ജിദും ഒരേപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളെന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പ്രസംഗിച്ചത്. നിലപാട് ചോദ്യം ചെയ്ത് INL രംഗത്ത് വന്നു. വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾ ഒഴിഞ്ഞുമാറിയപ്പോൾ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത ദിവസം മഞ്ചേരിക്ക് സമീപം പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണ് വിവാദത്തിലായിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് സമീപം പണി കഴിപ്പിച്ചിരിക്കുന്ന ബാബറി മസ്ജിദും ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു തങ്ങളുടെ പ്രസംഗം. ഇന്ത്യയിൽ ഏറ്റവും അധികം സെൻസിറ്റീവായ മുസ്ലിങ്ങൾ കേരളത്തിലാണ്. രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന്റെയും ആവശ്യമായിരുന്നു. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ആവില്ലെന്നതായിരുന്നു സ്ഥിതി. കോടതി ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് രാമക്ഷേത്രം. രാമക്ഷേത്രവും സമീപത്ത് നിർമ്മിക്കുന്ന ഉയർന്നു വരാൻ ഒരുങ്ങുന്ന ബാബറി മസ്ജിദും രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം, അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അതേസമയം നാട്ടിൽ സംഘർഷം ഒഴിവാക്കാനുള്ള വാക്കുകളായിരുന്നു സാദിഖ് അലി തങ്ങളുടേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത്. പ്രസംഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വിശദീകരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. അങ്ങനെയൊന്നുമല്ല, ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ്, പ്രസ്താവനയാണ്. പ്രസംഗത്തെ വിമർശിച്ച് INL നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് INL വർക്കിംഗ് പ്രസിഡന്റ് NK അബ്ദുൽ അസീസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. RSSന്റെ രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ചോദിച്ചു. ഇന്ത്യ മുന്നണി ഒന്നിച്ചു മത്സരിച്ചാലും ഭിന്നിച്ച് മത്സരിച്ചാലും ലക്ഷ്യം BJPയെ തോൽപ്പിക്കുക എന്നതാണെന്ന് അബ്ദുൾ സമദ് സമദാനി MP. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. രാഹുൽ ഗാന്ധി പ്രത്യാശയാണെന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നും സമദാനി ന്യൂസ് 8 പറഞ്ഞു. പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് മത്സരിച്ചാലും അല്ലാതെ മത്സരിച്ചാലും അത് എത്ര കണ്ട്
ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നും സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രങ്ങളായി മാറിയത്. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് അതും എന്നൊക്കെ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ലെന്ന് 91 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻ ബാബി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ലെന്നും അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിനൊരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. ലോക്സഭാ സീറ്റ് ചർച്ചകൾ ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാലത്തും സൗഹൃദത്തിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകില്ല. ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് പ്രധാന അജണ്ട. സിറ്റിംഗ് MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും K. സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം വിശദമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ. ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ല, പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. 3 സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് K. മുരളീധരനും പ്രതികരിച്ചു. അത് മുൻപ് കൊടുത്ത ചരിത്രമുണ്ട്. ആവശ്യം കോൺഗ്രസിന്റെ പരിഗണനയിലാണ്. ഹൈക്കമാൻഡുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ലീഗുമായി ചർച്ച നടത്തുമെന്നും K. മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ അറിയാതെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല എന്ന് ആവർത്തിച്ച് KK രമ. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കുമായിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ പ്രധാന ആൾ പിണറായി വിജയൻ തന്നെയാണെന്നാണ് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നതെന്നും KK രമ ന്യൂസ് 18 Q18 പറഞ്ഞു. CPM തനിക്കെതിരെ ആസൂത്രിത സൈബർ ആക്രമണം തുടരുകയാണെന്നും രമ ആരോപിച്ചു. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും. ഞാൻ ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ല. എന്താണ് എൻ്റെ മനസ്സിൽ പിണറായി വിജയൻ ഉള്ളത്, അത് അതേപോലെ ഇപ്പോഴും നിൽക്കും. ഇപ്പം ആര് വലതുപക്ഷം ആര് ഇടതുപക്ഷം എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? ഇപ്പം പറയുന്ന ആ ഇടതുപക്ഷ നിലപാടുകളാണോ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു സ്ത്രീ, അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി പോകുന്നതാണ് അത് ശരി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു വ്യക്തിഹത്യയുടെ ഭാഗം മാത്രമാണ്, അങ്ങനെയാണോ പറയുന്നത്? കേരളയിലെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങി എന്ന് പറയുന്നത് യുക്തിയുണ്ട് അതിനകത്ത്. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്? അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആള് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്ത്. പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് 3 പേരെ കാണാതായി. റാന്നി പുതുശ്ശേരിമല സ്വദേശി അനിൽ, മകളും സഹോദരന്റെ മകനുമാണ് ഒഴുക്കിൽപ്പെട്ടത്. റാന്നി മുണ്ടപ്പുഴ ചന്തക്കടവിന് സമീപമുള്ള കയത്തിലാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. തെരച്ചിൽ തുടരുകയാണോ? വിവരം എന്താണ് ശശിനാരായണൻ അവിടെ നിന്ന്? വൈകിട്ട് 4 മണിക്കാണ് പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട 3 പേരെ കാണാതായത്. റാന്നി പുതുശ്ശേരിമല സ്വദേശിയായ അനിലും അനിലിന്റെ സഹോദരന്റെ മകനുമാണ് ഒഴുക്കിൽപ്പെട്ടത്. 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. റാന്നി മുണ്ടപ്പുഴ ചന്തക്കടവിന് സമീപമുള്ള കയത്തിൽ ഇവർ നിന്ന് കുളിക്കാനെത്തിയപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും തിരിച്ചിൽ തുടർന്നുണ്ട്. ഇപ്പോൾ അനിലിന്റെ മകളുടെ
മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അനിലിന്റെ മകൾ നിരഞ്ജനയുടെ മൃതദേഹമാണ് കിട്ടിയിട്ടുള്ളത്. അനിൽകുമാറിന്റെ സഹോദരന്റെ മകൻ ഗൗതമിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ 4 മണിക്കാണ് ഇത്തരമൊരു സംഭവം. വലിയ കയം ചുഴിയുള്ള പ്രദേശത്ത് കുളിക്കാനിറങ്ങിയത് പെട്ടെന്ന് കയത്തിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ 3 പേരും കയത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നു. തുടർന്ന് തിരച്ചിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയിരിക്കുന്ന ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അനിലിന്റെ മകളുടെ നിരഞ്ജനയുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അനിലിനും അതുപോലെ തന്നെ അനിലിന്റെ സഹോദരന്റെ മകൻ ഗൗതമിനും വേണ്ടിയുള്ള തിരച്ചിൽ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഇപ്പോൾ നടത്തുകയാണ്. വലിയ അപകടമുള്ള ഒരു മേഖലയാണ്. പക്ഷേ കുളിക്കാനിറങ്ങി ആ കയത്തിൽ അകപ്പെട്ട് എന്നുള്ളത് വിവരമാണ്. ഒപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. എന്തായാലും ആദ്യം മുട്ടപ്പുഴ ചെന്നക്കിടവിന്റെ സമയത്തുള്ള കയത്തിലാണ് ഇവർ ഒഴുക്കപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ആഭരണം തിരച്ചിൽ തുടരുന്നു. ഒരു കുട്ടി മരിച്ചതായിട്ടുള്ള വിവരമാണ് വരുന്നത്. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഒഴുക്കിന്റെ ആഴം അനുസരിച്ചൊക്കെ അങ്ങനെ ഏതെങ്കിലും പ്രതികൂല കാലാവസ്ഥയുണ്ടോ ഇപ്പോൾ? വലിയ ഒരു കയമാണ്. കാരണം ഈ പ്രദേശത്തിൽ ഒരു അപകട ചുഴിയുള്ള മേഖലയാണ്. നേരത്തെയും ഇതുവരെ അപകടത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ട സ്ഥലം. ഏതായാലും ഇവർ ഈ പരിസരത്ത് തന്നെയുള്ള ആളുകൾ പുതുശ്ശേരിമല സ്വദേശികളാണ്. ആദ്യം പുതുശ്ശേരിമല സ്വദേശികളാണ് അനിലിന്റെ മകളും സഹോദരന്റെ മകനുമാണ് ഇന്ന് കുളിക്കാൻ അവിടെ എത്തിയത്. തുടർന്ന് വെള്ളത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അത്തരത്തിലാണ് ഇവർ ഈ അപകടത്തിൽപ്പെടുന്നത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് നാട്ടുകാരും ഈ സ്ഥലം പരിചയമുള്ള നാട്ടുകാരും കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. 4 മണിക്കാണ് സംഭവം നടന്നത്. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ മകളുടെ മൃതദേഹം, അത് നിരഞ്ജന, അത് അനിലിന്റെ മകൾ നിരഞ്ജന മൃതദേഹം കണ്ടെത്തിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി വലിയ തിരച്ചിൽ നടന്ന ഒഴുക്കുമുണ്ട്. അതുപോലെ വലിയ ചുഴിയുമാണ് ഈ പ്രദേശം. ഈ അത്തരമൊരു സ്ഥലത്ത് ആണ് ഈ മേഖല കൂടിയാണ്. അതാണ് അപകടത്തിൽ പെട്ടു എന്ന കാര്യത്തെ കുറിച്ച് കൃത്യമായി നമുക്ക് അറിയില്ല. എന്തായാലും ഈ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ എത്തിയത്. 4 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. അതിനുശേഷമാണ് കുളിക്കാൻ ഇറങ്ങുന്നതും അപകടത്തിൽ കൂടി എത്തിയത്. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഇപ്പോൾ തിരച്ചിൽ. ഇതിൽ ഒരു കുട്ടിയുടെ മാത്രം നിരഞ്ജന അപകടത്തിൽപ്പെട്ട അനിലിന്റെ മകളുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. ഗൗതമിനും വേണ്ടി അനിലിനും വേണ്ടിയുള്ള തിരച്ചിൽ പോലീസും ഫയർഫോഴ്സും ഇപ്പോഴും തുടരുകയാണ്. പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. 2 പേരെ കാണാതായി. അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേളയാണ്. വിശദാംശങ്ങൾക്ക് കാണുക malayalam.newseighteen.com. ഓക്കേ ദെൻ പറയുന്നു. എന്തായാലും വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. കേന്ദ്രവിഹിതത്തിൽ ഗണ്യമായ കുറവുള്ളതിനാൽ നികുതി വർധനവ് ഒഴിവാക്കി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പ്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന പ്രതിപക്ഷ വിമർശനം ഒരു വശത്ത്. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക അസമത്വം കാട്ടുകയാണെന്ന സർക്കാരിന്റെ ആക്ഷേപം മറുവശത്ത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സെയിൽ ടാക്സ് മറ്റും വരണമെങ്കിൽ നമ്മുടെ കച്ചവടം ആളുകൾ പർച്ചേസിംഗ് പവർ വേണം, കൂടുതൽ സാധനം മേടിക്കണം. അത് ഈ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോഴും എക്കണോമി നന്നായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ ഒരു സ്തംഭനാവസ്ഥയുണ്ട്. അത് ഇന്ത്യ മൊത്തമുണ്ട്. സിമെന്റിന്റെ വില കുറഞ്ഞു, കമ്പിയുടെ വിലയിലൊക്കെ വ്യത്യാസമാണ്. സിമെന്റിന്റെ വില കുറഞ്ഞു. അപ്പൊ ഇതിനെ മറികടക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ്, ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് മാന്ദ്യവിരുദ്ധ പാക്കേജ് ഉണ്ടാകുന്നതാണ്. ഒരു 4-5 ലക്ഷം കോടി, കേന്ദ്ര ഗവൺമെന്റ് അത് വലിയ തുകയല്ലേ, 4-5 ലക്ഷം കോടി വിവിധ കാര്യങ്ങൾക്കായിട്ട് വന്നാൽ കൂടുതൽ റോഡോ കൂടുതൽ കെട്ടിടങ്ങളോ കൂടുതൽ കാര്യങ്ങളോ വന്ന ആളുകളുടെ പണം കിട്ടും. പണം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് വരും. കേരളത്തിലും അത്തരം കാര്യങ്ങളിൽ വലിയ ഗുണമുണ്ടായിരുന്നു. ആഭ്യന്തര ഉൽപാദനത്തിൽ 6.6% വളർച്ച ഉണ്ടായതായാണ് കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ പരാമർശം. ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് 8.19% കുറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ആഭ്യന്തര കടം 2,27,137.08 കോടിയായും
പൊതുകടം 2,38,000 കോടി രൂപയായും ആണ് കൂടിയിരിക്കുന്നത്. കുമിഞ്ഞുകൂടുന്ന പൊതുകടത്തിനും തുടരുന്ന കേന്ദ്ര അവഗണനയ്ക്കും ഇടയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാകും. കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനായി. ആ ആത്മവിശ്വാസം മോദി സർക്കാരിന് നൽകിയതാകട്ടെ അയോധ്യയും. പക്ഷേ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ KN ബാലഗോപാലിനും പിണറായി സർക്കാരിനും കഴിയില്ല. എന്താകും ബജറ്റിലെ മാജിക്? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് അങ്കമാലി ശബരി റെയിൽപാത പദ്ധതി 2021 ബജറ്റിൽ കിഫ്ബി വഴി 2000 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 100 കോടി അനുവദിച്ചു. ബജറ്റ് സഹായത്തിന് പുതുക്കിയ എസ്റ്റിമേറ്റ് സംസ്ഥാനം അംഗീകരിക്കുകയും വേണം. സംസ്ഥാനത്തെ മലയോര മേഖലയുടെ ദീർഘകാല ആവശ്യം, കേരളത്തിൻ്റെ അഭിമാനമായ ശബരിമല തീർത്ഥാടനത്തിന് ഏറ്റവും സഹായകരമാകുന്ന പദ്ധതി, അതാണ് അങ്കമാലി ശബരി റെയിൽപാത. ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, പെരുമ്പാവൂർ കാലടി മേഖലയിലെ പ്ലൈവുഡ് നിർമ്മാണ, അരി സംസ്കരണ വ്യവസായങ്ങൾക്കും, പൈനാപ്പിൾ വ്യാപാരികൾക്കും, ഇടുക്കി ജില്ലയ്ക്കും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഈ പാത പുതിയ വേഗവും ഊർജവും നൽകും. കോട്ടയം ജില്ലയിലെ രാമപുരം സ്റ്റേഷൻ വരെയുള്ള 70 കിലോമീറ്റർ കല്ലിട്ട് തിരിച്ചിട്ട് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുപ്പിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും 20 വർഷം കഴിഞ്ഞു. പക്ഷേ ആ നടപടികൾ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. സ്ഥലം വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കാനോ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥലം ഉടമകൾ. 1997 കേന്ദ്ര ബജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽപാത ആദ്യം കേട്ടത്. അങ്കമാലി, എരുമേലി, പുനലൂർ വഴി തിരുവനന്തപുരത്തേക്കാണ് റൂട്ട്. ഇത് റാന്നി, പത്തനംതിട്ട, കോന്നി, പത്തനാപുരം, പുനലൂർ, അഞ്ചൽ, കിളിമാനൂർ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, കാട്ടാക്കട വഴി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തേക്ക്, നിർദ്ദിഷ്ട വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 5 ജില്ലകളിലെ 25 പുതിയ പട്ടണങ്ങൾക്ക് റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ഒരു സമാന്തര പാത വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നു. അങ്ങനെ ഒരു പദ്ധതിയാണ് ചുവപ്പ് നാടകളിലും മാറി മാറി വരുന്ന സർക്കാരുകളുടെ തണുപ്പൻ സമീപനങ്ങളിലും പെട്ട് ഇഴയുന്നത്. ആദ്യം അഴുത വരെയാണ് ഈ പദ്ധതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പെരിയാർ ടൈഗർ റിസർവിലൂടെ കടന്നു പോകുന്നതിനാൽ ഇത് പിന്നീട് അഴുത എന്നുള്ളത് 5 കിലോമീറ്റർ ഇപ്പുറം എരുമേലിയിലേക്ക് ചുരുക്കുകയായിരുന്നു. 1996 പാതയുടെ പ്രാഥമിക സർവേ നടന്നു. 97 റെയിൽവേ അനുമതി നൽകി. അങ്കമാലി മുതൽ കാലടി വരെ ഒരു പാതയും കാലടിയിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. പിന്നെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിയ പദ്ധതി 2019 കേന്ദ്രം മരവിപ്പിച്ചു. ഒടുവിൽ 2021 ജനുവരിയിൽ നിർമ്മാണ ചെലവിൻ്റെ പകുതി കേന്ദ്രവുമായി പങ്കിടാമെന്ന് സംസ്ഥാന മന്ത്രിസഭ നിർണായക തീരുമാനമെടുത്തു. അതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചത്. പിന്നാലെ ബജറ്റിൽ 2000 കോടി പ്രഖ്യാപിച്ചു. കിഫ്ബി വഴി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തെയും കേന്ദ്ര ബജറ്റിൽ 100 കോടി കൂടി അനുവദിച്ചതോടെ പ്രതീക്ഷകൾ സജീവമായി. ഇത്തവണത്തെ ഇടക്കാല ബജറ്റിലും കേന്ദ്രം 100 കോടി നീക്കിവച്ചിട്ടുണ്ട്. 3400 കോടി രൂപയായിരുന്നു പദ്ധതിയുടെ നേരത്തെയുള്ള എസ്റ്റിമേറ്റ്. ഇതിൽ പകുതി ഏറ്റെടുക്കാമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി ഓടിക്കാൻ കഴിയുന്ന തരത്തിൽ എസ്റ്റിമേറ്റ് പുതുക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുകയായിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ചെലവ് 400 കോടി വർദ്ധിച്ചു 3800 കോടിയായി ഉയർന്നു. ഇത് അംഗീകരിച്ച് തീരുമാനമറിയിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രം സംസ്ഥാനത്തിനൊരു കത്ത് നൽകിയിട്ടുണ്ട്. ഗതാഗത ധനവകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷം ആ കത്തിപ്പോൾ കിഫ്ബിയുടെ പരിഗണനയിലാണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ചും ചെലവ് പങ്കിടാമെന്ന് ഉറപ്പു നൽകിയും ഇതുവരെയും സംസ്ഥാനം കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകിയിട്ടില്ല. ഈ കത്ത് നൽകുകയും തിങ്കളാഴ്ചത്തെ ബജറ്റിൽ തുക നീക്കിവെക്കുകയും ചെയ്താൽ അങ്കമാലി ശബരി പാതയിലൂടെ ട്രെയിനുകൾ കുതിച്ചുപായുന്ന കാലം വിദൂരമാകില്ല. വലിയൊരു ജനവിഭാഗത്തിൻ്റെ പ്രതീക്ഷകളും അതിനൊപ്പം കൂകിപ്പായും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18. ഈ പരിപാടി കർണാടകത്തിലെ ബന്ദിപ്പൂരിൽ ഇന്നലെ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട നിരവധി മുറിപ്പാടുകളെന്ന് റിപ്പോർട്ട്. ജനവാസ മേഖലയിലെത്തിയപ്പോൾ തുരത്താൻ ആരെങ്കിലും ഉപയോഗിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മാനന്തവാടിയിൽ നിന്ന് പിടികൂടുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ആന വയനാട്ടിലെത്തിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നു.
മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ച് ചരിഞ്ഞത്. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആനയുടെ ഇടതുതൊടയിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. ഞരമ്പിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെയാണ് ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ ഉണ്ടാക്കിയ മുറിപ്പാടുകൾ കണ്ടെത്തിയത്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വനം വകുപ്പ് വിശദീകരിക്കുന്നു. എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും കാട്ടിലേക്ക് തുരത്തുന്നതിലും പിടികൂടാൻ സ്വീകരിച്ച നടപടികളിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തണ്ണീർക്കൊമ്പൻ ദൗത്യം വിശകലനം ചെയ്യാൻ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ വിജയാനന്ദ് മേധാവിയായി 5-അംഗ വിദഗ്ധ സമിതിയെ വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ മരണത്തിന് പിന്നിലെ ശരിയായ കാരണം അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. കോൺഗ്രസ് ഭരിക്കുന്ന തൃശൂർ തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ കേസെടുത്ത് പോലീസ്. ബാങ്ക് ജീവനക്കാരനായ മലേശമംഗലം ചക്കച്ചൻകാട് സ്വദേശി സുനീഷിനെതിരെയാണ് പഴയന്നൂർ പോലീസ് കേസെടുത്തത്. 2.5 കോടിയോളം രൂപയാണ് വ്യാജരേഖയുണ്ടാക്കി ഇയാൾ തട്ടിയെടുത്തത്. 2.5 കോടിയോളം രൂപയാണ് തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരൻ തട്ടിയെടുത്തത്. നിക്ഷേപകർ പണം പിൻവലിക്കാനായി ബാങ്കിലെത്തിയതോടെയാണ് അക്കൌണ്ടിൽ പണമില്ലെന്ന വിവരം പുറത്തറിയുന്നത്. നിക്ഷേപകർ ശബ്ദമുയർത്തിയതിനെ തുടർന്ന് ജീവനക്കാരനെതിരെ ബാങ്ക് സെക്രട്ടറി തന്നെ പരാതി നൽകുകയായിരുന്നു. സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ബാങ്കിലെ ഹെഡ് ക്ലർക്കായ സുനീഷിനെതിരെയാണ് കേസെടുത്തത്. നിരവധി പേരുടെ നിക്ഷേപ തുകകൾ വ്യാജ ഒപ്പും രേഖകളും ഉണ്ടാക്കിയാണ് തട്ടിയെടുത്തത്. സുനീഷ് ഒറ്റയ്ക്കാണോ തട്ടിപ്പ് നടത്തിയതെന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാർട്ടി ഇടപെടലിനെ തുടർന്ന് നടത്തിയ നിയമനമാണെന്നും കോൺഗ്രസ് അനുഭാവിയാണ് സുനീഷ് എന്നുമാണ് ഉയരുന്ന ആക്ഷേപം. സംഭവം വിവാദമായതോടെ ബാങ്കിന്റെ വിശ്വാസ്യത നിലനിർത്താനുള്ള പരക്കം പാച്ചിലാണ് കോൺഗ്രസ് നേതാക്കൾ. നിക്ഷേപകരെ ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഒഴിവാക്കാനുള്ള ശ്രമവും പ്രാദേശിക തലത്തിൽ നടക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന് കൊച്ചിയിൽ സ്മാരകം. 2005 സ്മാരകത്തിനായി ആരംഭിച്ച പ്രവർത്തനങ്ങൾ 19 വർഷത്തിനിപ്പുറമാണ് പൂർത്തിയാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സ്മാരകം ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ട വ്യക്തിയായിരുന്നു ജി ശങ്കരക്കുറുപ്പെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജ്ഞാനപീഠം പുരസ്കാരം മലയാളത്തിലേക്ക് എത്തിച്ച ആദ്യ സാഹിത്യകാരന് ഒടുവിൽ ആദരവ്. 5 കോടി രൂപ ചെലവിലാണ് സ്മാരകം പൂർത്തിയാക്കിയിട്ടുള്ളത്. 200ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാവുന്ന ആർട്ട് ഗാലറിയും 25 പേർക്ക് ഇരിക്കാവുന്ന ടച്ച് സ്ക്രീൻ ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ള മിനി തിയേറ്റർ എന്നിവ അടങ്ങിയ സൗണ്ട് ഗാലറിയും ഉൾപ്പെടെ 3000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് സ്മാരക മന്ദിരത്തിന്റെ താഴത്തെ നില പൂർത്തീകരിച്ചിട്ടുള്ളത്. ഗാലറിയോട് ചേർന്ന് 50 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ സ്റ്റേജുമുണ്ട്. 1-ാം നിലയിലായി മഹാകവിയുടെ ജീവചരിത്രവും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ചരിത്ര മ്യൂസിയവും ഓടക്കുഴലിന്റെ മാതൃക സ്ഥാപിച്ചിട്ടുള്ള യോഗ ഹാളുമാണുള്ളത്. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ട വ്യക്തിയായിരുന്നു ജി ശങ്കരക്കുറുപ്പെന്ന് സ്മാരകം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പത്മഭൂഷൺ ജി ശങ്കരക്കുറുപ്പിന്റെ ജീവിതത്തെയും പ്രധാന കവിതകളെയും ആസ്പദമാക്കിയുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ട് ഗാലറി, ഓടക്കുഴൽ ശില്പം, സാംസ്കാരിക നിലയം, ലൈബ്രറി എന്നിവ ഉൾപ്പെടെ 5000 ചതുരശ്ര അടിയിലാണ് 5 കോടി രൂപയ്ക്ക് ഈ സ്മാരകം പണിതീർത്തിട്ടുള്ളത്. സാംസ്കാരിക കൊച്ചിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ദിനമാവുകയാണ് ഇന്ന്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, പ്രൊഫസർ MK സാനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 കൊച്ചി. 60,000 സ്ക്വയർ ഫീറ്റിൽ BJP സംസ്ഥാന കാര്യാലയത്തിന് പടുകൂറ്റൻ മന്ദിരം. തിരുവനന്തപുരത്ത് മാരാർജി ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. BJP സംസ്ഥാന ഘടകത്തിന്റെ ആസ്ഥാനമായി പുതിയ മന്ദിരം ഉയരുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം തമ്പാനൂരിൽ മാരാർജി ഭവൻ പഴയ നിർമ്മിതി, അതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിപുലമായ രീതിയിൽ പാർട്ടി ഓഫീസ് തയ്യാറാവുന്നത്. എന്നത്തേക്കാണ് ഉദ്ഘാടനം? എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? മാരാർജിയുടെ പേരിൽ അറിയപ്പെടുന്ന BJPയുടെ പുതിയ ആസ്ഥാനം ഫെബ്രുവരി 13-നാണ് ഔപചാരികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ ഓഫീസിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്തും ഈ നിർമ്മാണത്തിന്റെ തുടക്ക സമയത്ത് കല്ലിടുന്നതും ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അമിത്ഷാജിയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. വളരെ എല്ലാ സൗകര്യങ്ങളും, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഓഫീസ് രൂപമെടുക്കുന്നത്. ആർക്കിടെക്ട് BR അജിത്താണ് അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. PRS ആണ് അവരുടെ നിർമ്മാതാക്കൾ. കേരള തനിമയിലാണ് ഈ
ബിൽഡിംഗ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഗ്രീൻ ബിൽഡിംഗാണ്. അതായത് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനമാണ് ഈ കെട്ടിടത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 20 കൽത്തൂണുകളാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കേരളീയ വാസ്തുശില്പം അനുസരിച്ചിട്ടാണ്, കേരളത്തിൻ്റെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ് ഈ കെട്ടിടം ചെയ്തിട്ടുള്ളത്. മേൽക്കൂരയാണ്, മുഖപ്പുകളാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൃഷ്ടി. പരമാവധി തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഒരു കേരളീയ തനിമയിലാണ് ഈ ഒരു പ്രകൃതി സൗഹൃദ കെട്ടിടമാണ് ഇവിടെ രൂപമെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ സംവിധാനവും BJPയുടെ പ്രവർത്തനത്തിൻ്റെ, കേരളത്തിൻ്റെ BJP പ്രവർത്തകരുടെ ചിരകാല അഭിലാഷമാണ് ഇവിടെ പൂർത്തിയാവുന്നത്. ഞങ്ങൾക്കെല്ലാം, കേരളത്തിൻ്റെ BJP പ്രവർത്തകർക്കെല്ലാം വളരെ സന്തോഷകരവും ആനന്ദകരവുമാകുന്ന നിമിഷമാണ് ഫെബ്രുവരി 13. ബഹുമാനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ ഉദ്ഘാടനം ചെയ്യും. ഈ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളിലൊക്കെ നടക്കുന്നത്. എല്ലാം വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഇത്ര നിലകളിലാണ് നമ്മളിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് വന്നപ്പോൾ കണ്ടിരുന്നു. അവിടെ പൊതുജനങ്ങൾക്ക് വരാനും അവിടെ സേവനങ്ങൾ നൽകുന്നതിനും പ്രത്യേക കൗണ്ടർ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെയും അവരോട് വിവരിക്കുന്നതിനും അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ കണ്ടിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ഈ ഓഫീസ് വഴി നൽകുന്ന സേവനങ്ങൾ? എത്ര നിലകളിലായാണ് ഇതുള്ളത്? പൊതുജനങ്ങൾക്കായിട്ടുള്ള സഹായം ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പൊതുപ്രവർത്തന കേന്ദ്രമായിട്ടാണ് ഈ ഓഫീസ് അങ്ങേയറ്റം പ്രയോജനപ്പെടുക. ഇതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനം BJPയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിനായിട്ട് പ്രത്യേക സംവിധാനം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് എളുപ്പം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പുതിയ ഓഫീസിൽ ഞങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനം. എത്ര നിലകളിലാണ്? ഇപ്പോൾ നമുക്ക് 5 നിലകളിലാണ് നമ്മുടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2 ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടെ 7 ഫ്ലോറുകളാണ്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മീഡിയ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളതും എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റിലാണ്? 60,000 സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിങ്ങിന്റെ വിസ്താരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള തനിമയിൽ തന്നെയാണ്, പൂർണ്ണമായും ഒരു കേരള തനിമയിലാണ്. ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയിട്ട് തന്നെയായിരിക്കും BJPയുടെ പുതിയ സംസ്ഥാന ആസ്ഥാനം അറിയപ്പെടുക. നേരത്തെ നമ്മുടെ വികാസ് ഭവനിലെ ഓഫീസ് തുറന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രിക്കുള്ള ഓഫീസ് റൂം തുറന്നിരുന്നു. കാരണം BJP വിദൂര ഭാവിയിലെങ്കിലും അങ്ങനെ ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ പ്രധാനമന്ത്രിക്കുള്ള റൂം ഉണ്ടാകുമോ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂമുകൾ ഉണ്ടാകുമോ? BJPയുടെ എല്ലാ നേതാക്കന്മാർക്കും ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്ന രീതിയിലാണ് BJPയുടെ സംസ്ഥാന ഓഫീസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഉണ്ടായതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയായി ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി ഇവിടെ വരും, തീർച്ചയായിട്ടും വരും. മറ്റ് മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതെല്ലാം തന്നെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ ഇനി? തീർച്ചയായിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന കേന്ദ്രവും നമ്മുടെ ഈ ഓഫീസ് തന്നെയായിരിക്കും. ഞങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മാറുകയാണ് പുതിയ ഓഫീസ്. ശ്രീ ശിവൻകുട്ടിയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഏതായിരുന്നാലും പുതിയ ഓഫീസ് വരുമ്പോൾ എല്ലാ ആശംസകളും. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ മഹാജനസഭ തൃശൂരിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മഹാജനസഭ ഉദ്ഘാടനം ചെയ്യും. മഹാജനസഭയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് 4-അംഗ ഉപസമിതി രൂപീകരിച്ചു. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത് തൃശൂരിൽ നിന്ന്. താങ്ക് യു പത്മശ്രീ പെരുമാൻ കുട്ടന്മാരാ. നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യം വന്ദേ മാതരം. വന്ദേ മാതരം വന്ദേ
മഹാജനസഭയ്ക്ക് കോൺഗ്രസിന്റെ ഈ ചരിത്ര സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ ശ്രീ ടി.യു. രാധാകൃഷ്ണൻ ex-MLA ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദരണീയരായ നേതാക്കന്മാരെ, കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ ഇന്ന് ഒരു ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ നമ്മളെ കാണാൻ ഉടക്കിയിരിക്കുന്നു. ഈ നിമിഷത്തിന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയാം. ആദ്യമായി അദ്ദേഹത്തെ തൃശൂരിന്റെയും കേരളത്തിന്റെയും നേതാക്കൾക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ മഹാജനസഭയ്ക്ക് തൃശൂരിൽ തുടക്കമാകുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നമ്മുടെ ഈ യോഗത്തിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം ബഹുമാന്യനായ ശ്രീ കെ. സുധാകരനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സാധുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ ഏത് രീതിയിലാണ് തൃശ്ശൂരിലെ മഹാജനസഭയിൽ നേതാക്കളുടെ പ്രാതിനിധ്യം, ഒപ്പം ജനങ്ങളുടെ പങ്കാളിത്തം, പാർട്ടി പ്രവർത്തക പങ്കാളിത്തം ഏത് രീതിയിലാണ്? അപർണ, വലിയ ജനപങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം 1 ലക്ഷത്തിലധികം പ്രവർത്തകർ ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിന് മുമ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വേദിയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ കെ. സുധാകരൻ, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K. മുരളീധരൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ വേദിയിലുണ്ട്. ഏതായാലും നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 2 ദിവസം തൃശ്ശൂരിലടക്കം വലിയ റോഡ് ഷോ ഒക്കെ നടത്തിയും ഒപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലം ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മഹാജനസഭയുടെ സമ്മേളനം അത് തൃശ്ശൂരിൽ വെച്ച് നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. 93,833 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2019 TN പ്രതാപൻ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. അതേ ഭൂരിപക്ഷത്തിൽ അത് 1 ലക്ഷം കടക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സമ്മേളനം അവിടെ വെച്ച് തന്നെ നടത്താൻ, തൃശ്ശൂരിലെ തേക്കുംപാട് മൈതാനത്ത് വെച്ച് തന്നെ നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 1 ലക്ഷത്തിലധികം പേരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. നിറഞ്ഞ സദസ്സിനെ സാക്ഷ്യം നിർത്തിയാണ് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ ഒരു മഹാജനസഭ ഉദ്ഘാടനം ചെയ്യുക. നേതാക്കളുടെ ഒരു വലിയ നിരയുണ്ട്, പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ട്. ഒപ്പം തന്നെ ഇനി 2 മാസക്കാലം മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതിനു മുമ്പ്
മുമ്പ് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം, അതായത് സിറ്റിംഗ് എംപിമാർ മത്സരിക്കണമെന്നുള്ള ഒരു പൊതു അഭിപ്രായം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എംപിമാരെ നിലവിൽ 16 ആണ് കോൺഗ്രസ് എംപിമാരുള്ളത്. മത്സരിച്ച 17 16 വിജയിച്ചു കയറാൻ 2019 സാധിക്കുകയും ചെയ്തിരുന്നു. മറ്റ് 3 സീറ്റുകളിൽ 2 എണ്ണം മുസ്ലിം ലീഗിനും 1 കേരള കോൺഗ്രസിനുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 19 സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുകയും ചെയ്തിട്ടുള്ള കേരളത്തിൽ ഇത്തവണ അതിൽ കുറഞ്ഞൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് വലിയൊരു സമ്മേളനം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മഹാജനസഭ എന്ന പേരിൽ വലിയൊരു സമ്മേളനം നടത്താൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വേദിയിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഔദ്യോഗികമായി ഒരു മഹാജനസഭ ഉദ്ഘാടനം ചെയ്യും. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. മഹാജനസഭ ഔദ്യോഗികമായി മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലെത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തയിലേക്ക് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശദാംശങ്ങൾക്ക് കാണുക malayalam.news18.com. കനകകാന്തി പദ്ധതികളെന്ത്, നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ എന്തെല്ലാം, ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ വഴികളെന്ത്, ക്ഷാമകാലം കടക്കാൻ വരുമാനം എങ്ങനെ കൂട്ടും, ബാലഗോപാൽ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ, കേരള ബജറ്റ് സമഗ്ര കവറേജ് നാളെ രാവിലെ 7 മുതൽ. കേരള ബഡ്ജറ്റ് 2024 പവർഡ് ബൈ ഹെഡ്ജ്. ഹെഡ്ജ് കാര്യം സാമ്പത്തികമാണ്. കോ പവർഡ് ബൈ KSFE. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി മഹാജനസഭ തൃശൂരിൽ നടക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പിണറായി വിജയന്റെ സർക്കാരിന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് പോലും ലഭിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെന്ന് തെളിയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലാണ് കൊച്ചു കേരളം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ്. ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരു ഭരണമില്ല. ഇവിടെ നിയമമില്ല, നിയമപരിപാലനമില്ല. അക്രമികൾക്ക് താങ്ങും തണലുമായ ഒരു സർക്കാർ, കള്ളപ്പണം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ, ജനാധിപത്യ സംവിധാനത്തെ കുഴിച്ചു മൂടുന്ന ഒരു സർക്കാർ, ജനഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സർക്കാർ. 19കാരിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ഒരു നാട് മുഴുവൻ ഒന്നിക്കുകയാണ്. കൊല്ലം പരവൂരിലെ അഞ്ജനയുടെ ചികിത്സയുടെ ധനസമാഹരണത്തിനായി നടത്തിയ ബിരിയാണി ചലഞ്ചും നാട് ഏറ്റെടുത്തു. അസ്ഥിമജ്ജ രോഗത്തിന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കൊല്ലം കൂനയിൽ സ്വദേശിനി അഞ്ജന. അടിയന്തരമായി മജ്ജ മാറ്റിവെച്ചാലേ ഇനി ജീവൻ നിലനിർത്താനാകൂ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 50 ലക്ഷം രൂപ കണ്ടെത്തണം. കൊല്ലം SN കോളേജ് വിദ്യാർത്ഥിനിയാണ് അഞ്ജന. നിർധന കുടുംബമാണ്. ഇത്രയും വലിയ തുക കണ്ടെത്താൻ ഇവർക്കാകില്ല. അഞ്ജനയ്ക്ക് കൈത്താങ്ങാകാൻ നാട്ടുകാരും രംഗത്തുണ്ട്. പരവൂരിലെ പ്രമീള സ്മാരക ഗ്രന്ഥശാല പ്രവർത്തകരാണ് അഞ്ജനയുടെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ രംഗത്തിറങ്ങിയത്. ലക്ഷങ്ങൾ ചിലവാകുന്ന മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ നടന്ന ബിരിയാണി ചലഞ്ചിലും നാട് ആവേശത്തോടെ അണിചേർന്നു. 4000-ഓളം ബിരിയാണികളാണ് ചലഞ്ചിലൂടെ വിറ്റഴിച്ചത്. 4 ലക്ഷത്തോളം രൂപ ഇതുവഴി സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നതിന് ഈ മോളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 23-ാം തീയതിയാണ് ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയത്. അതിനകം തന്നെ ഏകദേശം 28 ലക്ഷത്തോളം രൂപ നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളതും ഈ പ്രദേശത്തു നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്ന ബഹുമാന്യരായ ഇവിടുത്തെ പ്രവാസികൾ എല്ലാം ഒരു വിദേശത്തടക്കം ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി നല്ല നിലയിലുള്ള ഇടപെടലും സഹായവും നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കുറെ കൂടെ സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ പരവൂരിലെ വ്യാപാരി സമൂഹം സൗജന്യമായി നൽകി. അഞ്ജനയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് പരമാവധി പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് പ്രമീള സ്മാരക ഗ്രന്ഥശാല പ്രവർത്തകരും നാടും.
തങ്ങളുടെ ശ്രമം 19കാരിക്ക് പുതിയ ജീവിതത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. ന്യൂസ് 18 പരവൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5785 രൂപ, പവന് 46,280, 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400, വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com. ഈ പരിപാടി